എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ റിസൾട്ട് വരുമ്പോൾ പല വിദ്യാർത്ഥികളും തോൽക്കുന്നത് ഏത് സെമസ്റ്ററിൻ്റെ കാര്യമായാലും, എന്നാൽ അതേ റിസൾട്ട് സ്റ്റുഡൻറ്റ് പോർട്ടലിൽ വരുമ്പോൾ ജയിക്കുന്നു. എന്താണ് സാർ ഇങ്ങനെ സംഭവിക്കുന്നത്? ഇതിൽ ഏത് റിസൾട്ടാണ് റിയൽ? റിസൾട്ട് വരുമ്പോൾ തോറ്റു, ആ റിസൾട്ടിൻ്റെ PDF അല്ല, ആ റിസൾട്ട് പ്രിൻ്റ് ഔട്ടിൽ ഫെയിൽ എന്ന് കാണുന്നു. എന്നാൽ സ്റ്റുഡൻറ്റ് പോർട്ടലിൽ റിസൾട്ടിൻ്റെ പ്രിൻ്റ് വരുമ്പോൾ അതിൽ പാസ്സാകുന്നു. എന്താണ് ഇതിങ്ങനെ സംഭവിക്കുന്നത്? അതുപോലെ തന്നെ റിസൾട്ട് ഇതുവരെ സ്റ്റുഡൻറ്റ് പോർട്ടലിൽ കിട്ടാത്തവരും, ഇതുവരെ സ്റ്റുഡൻറ്റ് പോർട്ടൽ എന്ന സംവിധാനത്തെക്കുറിച്ച് സ്റ്റുഡൻറ്റ് പോർട്ടൽ ചെക്ക് ചെയ്യാത്തവരും ഇക്കാര്യങ്ങൾ നിർബന്ധമായി ശ്രദ്ധിക്കുക. വിശദമായ വാർത്തയിലേക്ക് പോകാം. ആദ്യമായി ടീച്ചറിൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് നോട്ടിഫിക്കേഷൻ ബെല്ലുകളുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട്, തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് തന്നെ വളരെ പ്രാധാന്യമറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി റിസൾട്ട് വരുമ്പോൾ തോൽക്കുന്നു. ഏത് സെമസ്റ്ററിൻ്റെ കാര്യം എടുത്താലും വിദ്യാർത്ഥികൾ ഒന്നുമില്ലെങ്കിലും കുറച്ച് വിദ്യാർത്ഥികളൊക്കെ ഉന്നയിക്കുന്ന ഒരു പ്രശ്നമാണ് റിസൾട്ട് വരുമ്പോൾ തോൽക്കുന്നു, എന്നാൽ അതേ റിസൾട്ട് സ്റ്റുഡൻറ്റ് പോർട്ടലിൽ വരുമ്പോൾ ജയിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ചിലരുടെ കാര്യത്തിൽ ഇങ്ങനെ സംഭവിക്കുമ്പോൾ അത് ഈ പല വിഷയങ്ങളിലും തോൽക്കുന്ന എല്ലാ വിദ്യാർത്ഥികളെയുമാണ് ഈ പ്രശ്നം ബാധിക്കുന്നത്. ഇനിയിപ്പോൾ ചില വിഷയങ്ങൾ സ്റ്റുഡൻറ്റ് പോർട്ടലിൽ തോറ്റ വിഷയങ്ങൾ സ്റ്റുഡൻറ്റ് പോർട്ടലിൽ റിസൾട്ട് വരുമ്പോൾ പാസ്സാകുമ്പോൾ ചില വിദ്യാർത്ഥികൾക്കുള്ള ഭയമാണ്, ഇനിയിപ്പോൾ ഞാൻ പാസ്സായിട്ടുണ്ടോ, അതിന് സ്റ്റുഡൻറ്റ് പോർട്ടലിൽ വരുമ്പോൾ പാസ്സാകുമോ, റിസൾട്ട് വന്നപ്പോൾ അവരെ പോലെയാണോ എൻ്റെ അവസ്ഥ എന്നിങ്ങനെ കൂടുതൽ വിദ്യാർത്ഥികളെയാണ് ഈ പ്രശ്നം കുഴപ്പത്തിലാക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പ്രശ്നം സംഭവിക്കുന്നത്? അതായത് ഇപ്പോൾ ഈ പ്രശ്നം സംഭവിക്കുന്നത് നമ്മൾ ഇതിനെക്കുറിച്ചൊരു വിശദമായിട്ടൊരു അന്വേഷിച്ചപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, ഇപ്പോൾ പരീക്ഷ കഴിഞ്ഞാൽ അതിൻ്റെ വാല്യുവേഷൻ നടത്തുക, റിസൾട്ട് പ്രസിദ്ധീകരിക്കുക എന്നിങ്ങനെയുള്ള യൂണിവേഴ്സിറ്റിയുടെ ചുമതലകൾ വേഗത്തിൽ നിർവഹിക്കുകയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ചെയ്യുന്നത്. അതായത് ചുരുക്കി പറഞ്ഞാൽ, ഒരു യൂണിവേഴ്സിറ്റി റിസൾട്ട് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ മറ്റൊരു യൂണിവേഴ്സിറ്റിക്ക് റിസൾട്ട് പ്രസിദ്ധീകരിക്കാൻ തിടുക്കമായിരിക്കും. കാരണം എന്താണ്? ആ യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിച്ചു. ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റി അല്ലെ കണ്ണൂർ യൂണിവേഴ്സിറ്റി അല്ലെ MG യൂണിവേഴ്സിറ്റി റിസൾട്ട് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കും റിസൾട്ട് പ്രസിദ്ധീകരിക്കാനുള്ള ഉഷാറൊന്ന് കൂടും. ആ കാര്യം തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. അതായത് റിസൾട്ട് പ്രസിദ്ധീകരിക്കാൻ വേണ്ടി പ്രൊസീജിയറുകൾ വേഗം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മിസ്റ്റേക്കാണിത്. അതായത് പേപ്പർ നോക്കുമ്പോൾ വിദ്യാർത്ഥികൾ ജയിച്ചിട്ടുണ്ടാകാം, എന്നാൽ അത് ആ മാർക്ക് യൂണിവേഴ്സിറ്റി സൈറ്റിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരു വിദ്യാർത്ഥി എന്ത് ചെയ്യുന്നു? ഫെയിൽ എന്ന സ്റ്റാറ്റസായി മാറുന്നു. എന്നാൽ ആ റിസൾട്ട് എങ്ങനെ സ്റ്റുഡൻറ്റ് പോർട്ടലിൽ വരുമ്പോൾ പാസ്സാകുന്നത്? അതായത് ഒരു റിസൾട്ട് ഒരു റിസൾട്ട് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഏതാണ്ട് ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ചയൊക്കെ ടൈമിനുള്ളിലാണ്, മാക്സിമം ഒരാഴ്ചയൊക്കെ എടുത്തിട്ടാണ് ആ റിസൾട്ട് സ്റ്റുഡൻറ്റ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യപ്പെടുന്നത്. ചില ഘട്ടങ്ങളിൽ ഒരാഴ്ച, 2 ആഴ്ച, 1 മാസം കഴിഞ്ഞാലും ആ റിസൾട്ട് സ്റ്റുഡൻറ്റ് പോർട്ടലിൽ വരാറില്ല. പിന്നീട് ഇത് മെല്ലെയാണ് വരാറ്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റുഡൻറ്റ് പോർട്ടലിൽ റിസൾട്ട് വരുന്ന പ്രൊസീജിയർ എന്ന് പറയുകയാണെങ്കിൽ വളരെ മെല്ലെ നടക്കുന്ന പ്രൊസീജിയറാണ്. തിടുക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായ റിസൾട്ടായിരിക്കും സ്റ്റുഡൻറ്റ് പോർട്ടലിൽ വരുന്നത്. ഇനി ഏത് റിസൾട്ടാണ് വിശ്വസിക്കാൻ സാധിക്കുക? റിസൾട്ട് വരുമ്പോഴുള്ള റിസൾട്ടാണോ, സ്റ്റുഡൻറ്റ് പോർട്ടലിലെ റിസൾട്ടാണോ? സ്റ്റുഡൻറ്റ് പോർട്ടലിലെ റിസൾട്ടാണ് നിങ്ങളുടെ യഥാർത്ഥ റിസൾട്ട്. സ്റ്റുഡൻറ്റ് പോർട്ടലിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വിതരണം വരെ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് സ്റ്റുഡൻറ്റ് പോർട്ടൽ വഴിയാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും റിയൽ ആയിട്ടുള്ള റിസൾട്ട് ഏതാണെന്ന് ചോദിക്കുന്ന വിദ്യാർത്ഥികളോട് സ്റ്റുഡൻറ്റ് പോർട്ടലിലെ റിസൾട്ടാണ് റിയൽ റിസൾട്ട്. ഏതെങ്കിലുമൊക്കെ സെമസ്റ്ററിൽ നിങ്ങൾ തോറ്റ് കിടപ്പുണ്ടെങ്കിൽ ആ റിസൾട്ട് സ്റ്റുഡൻറ്റ് പോർട്ടലിൽ വന്നിട്ടുണ്ടോ എന്ന് ആദ്യം ചെക്ക് ചെയ്യുക. ശേഷം ചില വിദ്യാർത്ഥികളുടെ കാര്യത്തിലെങ്കിലും ആദ്യം തോൽക്കുന്നു, സ്റ്റുഡൻറ്റ് പോർട്ടലിൽ റിസൾട്ട് വരുമ്പോൾ ജയിക്കുന്നു. ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ സംഭവിക്കാറുണ്ട്. കാരണം എന്നോട് കുറച്ച് വിദ്യാർത്ഥികളൊക്കെ അങ്ങനെ അനുഭവം വന്നവരൊക്കെ ഉണ്ട്. റിസൾട്ട് വന്നപ്പോൾ തോറ്റു, അതേ റിസൾട്ട് സ്റ്റുഡൻറ്റ് പോർട്ടലിൽ വന്നപ്പോൾ ജയിച്ചു. നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് എപ്പോഴും വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ വിദ്യാർത്ഥികളോട് എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ചെക്ക് ദ സ്റ്റുഡൻറ്റ് പോർട്ടൽ ആൻഡ് ക്ലാരിഫൈ യുവർ ഓൾ സെമസ്റ്റർ റിസൾട്ട്സ്. ചെക്ക് ദ സ്റ്റുഡൻറ്റ് പോർട്ടൽ ആൻഡ് ക്ലാരിഫൈ യുവർ ഓൾ സെമസ്റ്റർ റിസൾട്ട്. ഒന്നുകൂടെ പറയാം, ചെക്ക് ദ സ്റ്റുഡൻറ്റ് പോർട്ടൽ ആൻഡ് ക്ലാരിഫൈ യുവർ ഓൾ സെമസ്റ്റർ റിസൾട്ട്. അതായത് നിങ്ങളുടെ റിസൾട്ട് സ്റ്റുഡൻറ്റ് പോർട്ടലിൽ ചെക്ക് ചെയ്യേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തം മാത്രമാണ്. ഇതുവരെ സ്റ്റുഡൻറ്റ് പോർട്ടലിൽ റിസൾട്ട് കിട്ടാത്തവർ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെടുക. എന്തുകൊണ്ടാണ് റിസൾട്ട് സ്റ്റുഡൻറ്റ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യാത്തതെന്ന് വിശദീകരണം ചോദിക്കുക. അത് യൂണിവേഴ്സിറ്റിയോട് ആവശ്യപ്പെടുക, റിസൾട്ട് സ്റ്റുഡൻറ്റ് പോർട്ടലിൽ വരിക. അതായത് ഇപ്പോൾ ഉദാഹരണം ഞാനിപ്പോൾ പറയുന്നത്, എൻ്റെ റിസൾട്ട് സ്റ്റുഡൻറ്റ് പോർട്ടലിൽ വരേണ്ടത് എൻ്റെ ആവശ്യമാണ്.
അത് യൂണിവേഴ്സിറ്റി ചെയ്യേണ്ട പ്രൊസീജിയറാണ്. പക്ഷേ എന്നാലും അത് ആവശ്യം ആരുടെയാണ്? നമ്മുടെയാണ്. അപ്പം നമ്മുടെ ആവശ്യമാണെന്ന് മുന്നിൽ കണ്ട് നമ്മൾ യൂണിവേഴ്സിറ്റിയുമായിട്ട് ഈ കാര്യം കോൺടാക്ട് ചെയ്യുക. അവരെ റിസൾട്ട് സ്റ്റുഡൻറ്റ് പോർട്ടലിൽ വന്നിട്ടില്ലെന്ന് പറയുക. എന്താണ് ഇപ്പോൾ ഈ റിസൾട്ട് വന്നിട്ട് 1 മാസം കഴിഞ്ഞു, അല്ലെങ്കിൽ 2 മാസം കഴിഞ്ഞു, എന്താണ് സ്റ്റുഡൻറ്റ് പോർട്ടലിൽ വരാത്തതെന്ന് അവരോട് വിശദീകരണം ചോദിക്കുക. അവരെന്താണ് പറയുന്നതെന്ന് നോക്കുക. പരീക്ഷാ കൺട്രോളർക്ക് മെമ്മോറാൻഡം ഉൾപ്പെടെ നൽകുക. ഇനിയിപ്പോൾ സ്റ്റുഡൻറ്റ് പോർട്ടലിൽ പല റിസൾട്ടുകളും വന്നിട്ടും പല വിദ്യാർത്ഥികൾ ചെക്ക് ചെയ്യാതിരിക്കുന്ന ഒരു സംഭവം തന്നെയാണ് സ്റ്റുഡൻറ്റ് പോർട്ടൽ. കാരണം സ്റ്റുഡൻറ്റ് പോർട്ടൽ നമ്മൾ അന്ന് ഏറ്റവും ആദ്യം നമ്മൾ സ്റ്റുഡൻറ്റ് പോർട്ടലുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്യുമ്പോൾ ഒരു വിദ്യാർത്ഥി നമ്മുടെ കമൻറ്റ് ബോക്സിനടി വന്നൊരു കമൻറ്റാണ്. അന്നേരമാണ് ആ വിദ്യാർത്ഥി സ്റ്റുഡൻറ്റ് പോർട്ടൽ എന്ന സംവിധാനത്തെക്കുറിച്ച് അറിയുന്നത്. നമ്മൾ ആ വീഡിയോ ചെയ്യുമ്പോഴാണ് സ്റ്റുഡൻറ്റ് പോർട്ടൽ എന്ന സംവിധാനത്തെക്കുറിച്ച് അറിയുന്നത്. അതുവരെ ആ വിദ്യാർത്ഥിക്ക് സ്റ്റുഡൻറ്റ് പോർട്ടലിനെ കുറിച്ചൊരു ധാരണയില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ പലർക്കും ഇത് എന്താണെന്ന് അറിയത്തില്ല. പലരും ഈ സ്റ്റുഡൻറ്റ് പോർട്ടൽ നോക്കാറില്ല എന്ന് തന്നെയാണ് നമുക്കിതിലൂടെ മനസ്സിലാകുന്നൊരു കാര്യം. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത്, സ്റ്റുഡൻറ്റ് പോർട്ടലിൽ ചെക്ക് ചെയ്യുക. ദിവസത്തിൽ ഒരു തവണയെങ്കിലും ഒരു വിദ്യാർത്ഥി സ്റ്റുഡൻറ്റ് പോർട്ടലിൽ ചെക്ക് ചെയ്യുക. കാരണം നിങ്ങൾ ഏതെങ്കിലുമൊക്കെ സെമസ്റ്ററിൽ തോറ്റിരിപ്പുണ്ടെങ്കിൽ നിങ്ങളത് സപ്ലിക്ക് വേണ്ടി എപ്പോഴും നമ്മളത് രജിസ്റ്റർ ചെയ്ത് പൈസ കൊടുത്ത് എഴുതിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇപ്പം നമുക്ക് സപ്ലി വന്നാൽ എന്തായാലും രജിസ്റ്റർ ചെയ്ത് എഴുതണം, വേറെ ഓപ്ഷൻ ഇല്ല. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് സ്റ്റുഡൻറ്റ് പോർട്ടലിൽ ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. ചിലപ്പോൾ 1-2 മാർക്കിനൊക്കെയാണ് പോയി കിടക്കുന്നെങ്കിൽ ചിലപ്പോൾ റിസൾട്ട് സ്റ്റുഡൻറ്റ് പോർട്ടലിൽ വരുമ്പോൾ പാസ്സാകാം. അങ്ങനെ പാസ്സായാൽ അത് നിങ്ങളുടെ ഭാഗ്യമാണ്. എന്തായാലും ദിവസത്തിൽ ഒരു തവണയെങ്കിലും സ്റ്റുഡൻറ്റ് പോർട്ടൽ ചെക്ക് ചെയ്യുക. അപ്പോൾ എന്താണ്, ദിവസത്തിൽ ഒരു തവണയെങ്കിലും സ്റ്റുഡൻറ്റ് പോർട്ടൽ ചെക്ക് ചെയ്യുക. ചെക്ക് ദ സ്റ്റുഡൻറ്റ് പോർട്ടൽ ആൻഡ് ക്ലാരിഫൈ യുവർ ഓൾ സെമസ്റ്റർ റിസൾട്ട്. അപ്പോൾ പുതിയ കാണുന്നവരെ, മൈ നെയിം ഈസ് സ്ക്രിയ, ദ ഫൗണ്ടർ ഓഫ് സ്ക്രിയ ഫോർ ദ കരിയർ അക്കാഡമി. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.